ഹലോ ഡിയേഴ്സ്, ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് വെക്കേഷനിൽ നമ്മൾ ഫാമിലിയായിട്ട് ബാംഗ്ലൂർക്ക് പോയ ട്രിപ്പിൻ്റെ ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. കാസർഗോഡ് നിന്ന് KSR ബാംഗ്ലൂർ എക്സ്പ്രസ് ഈവനിങ്ങൾ അതിലാണ് പോയത്. AC 3rd AC എടുത്തത്. അപ്പോൾ ഇത് കണ്ടത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വീട്ടിൽ നിന്ന് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തീരുമാനിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 10th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു May 3rd. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ആഘോഷിക്കാന്നുള്ള പ്ലാനിൽ അങ്ങനെ പോയതായിരുന്നു. അങ്ങനെ KSR ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് വളരെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. വലിയ റെയിൽവേ സ്റ്റേഷനായിരുന്നു. അതേവരും പോകുന്നതാണ്, പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പുറത്ത് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ മോളും ഹസ്ബൻഡും മോളൊരു കുഞ്ഞു ട്രോളി ബാഗൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇതൊക്കെ ഇവിടെ പറയുന്നത്, വെറുതെ കിടക്കട്ടെ എന്ന്, എൻ്റെ ഒരു ഹാപ്പിനെസ്. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ കലാപരിപാടി ഇവിടെ സ്റ്റാർട്ടായി, അതായത് ഫുഡ് അടി. അപ്പോൾ ചെറുതായിട്ട് വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു കോഫിയും വടയും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിച്ചു. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ പോയിട്ട് ആവാമെന്ന് വിചാരിച്ച്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും, അവിടുന്ന് ഓട്ടോക്കാരനെ വന്ന് ഇങ്ങനെ വിളിക്കും, പക്ഷെ അതിൽ പോകാൻ നിൽക്കരുത് ഒരിക്കലും ഗൈസ്, അതിൽ പോകാൻ നിൽക്കരുത്, നമ്മൾ പറ്റിക്കപ്പെടും. അങ്ങനെ നമ്മൾ യൂബറൊക്കെ വിളിച്ച് നമ്മൾ സിൽക്ക് ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരുന്നു, മെട്രോൻ്റെ അടുത്തായിരുന്നു റൂം എടുത്തിട്ടുണ്ടായേ. അപ്പോൾ അവിടുന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയി നമ്മൾ വീണ്ടും അവിടെ ഇറങ്ങി വിചാരിച്ചു ഏതായാലും നമുക്ക് ലാൽബാഗ് ഗാർഡനിലേക്ക് പോവാം. അങ്ങനെ അവിടെ എത്തി. അതിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ്, വെജ് റെസ്റ്റോറൻറ്റ് തന്നെ, പേര് മറന്നുപോയി. ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ ലാൽബാഗ് ഗാർഡനിലേക്ക് എത്തി. ഒന്നും പറയാനില്ല മക്കളെ, നല്ല അടിപൊളി ഗാർഡനായിരുന്നു. കുറച്ച് കാണാനുണ്ട്, കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഏകദേശം 1 മണിയാകുന്നതിൻ്റെ മുമ്പ് അവിടെ നിന്ന് ഇറങ്ങി. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ റൂം ചേഞ്ച് ആക്കാനുണ്ടായിരുന്നു. അവരാദ്യം ഈ Booking.com ബുക്ക് ചെയ്തപ്പോൾ അവർ പൈസ കുറവിന് കാണിച്ച റൂം 1000 സംതിങ് ഉണ്ട് പെർ ഡേ, പക്ഷെ അത് പക്കാലമ്പായിരുന്നു. അങ്ങനെ നമ്മൾ ചേഞ്ച് ആക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കൊടുത്തിട്ടാണ് സെറ്റാക്കിയത്. അങ്ങനെ തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോയി. അവിടുന്ന് വീണ്ടും നമ്മൾ ഒരു ഉച്ചരം കഴിഞ്ഞ് ഒരു 3 മണിക്ക് അങ്ങനെ വീണ്ടും ഇറങ്ങി. അവിടെയുള്ള BTM ബസ്സൊക്കെ എടുത്ത് നമ്മൾ മെട്രോ സ്റ്റേഷൻ, അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ്റെ പേരെന്താ, ബാണ അങ്ങനെ എന്തോ ഒരു പേരുള്ള അതിൽ കാണുന്നുണ്ട്. ആ മെട്രോ സ്റ്റേഷനിലെത്തി. ആദ്യമായിട്ടായിരുന്നു മെട്രോ കയറുന്നത്. അപ്പം അതിൻ്റെ ഒരു ത്രില്ലും കൂടെ ആയിരുന്നു. വന്ന സ്ഥിതിക്ക് എല്ലാം നന്നായി ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ച്, ആഗ്രഹങ്ങൾ ബാക്കി വെക്കരുതല്ലോ. ഈവനിങ് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു കോഫിയും സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്നൊരു കോഫി സാൻഡ്വിച്ചൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഗ്രീൻ ലൈനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. മെജസ്റ്റിക് ലൈക്കായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ഒന്ന് കണ്ട് പിന്നെ നമ്മൾ നേരെ UBS മോളിലേക്ക് പോയിട്ടുണ്ടായി നൈറ്റ്. അപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകണം എന്നുള്ളതുകൊണ്ട് ലുലു മോളും പോകണമെന്നുണ്ട്. ആ മഴയെ തന്നെ യൂബറും പിടിച്ച് ഹസ്ബൻഡ് ലുലു മോളിലും പോയി. ഏകദേശം ടൈം 10 മണിയായിട്ടുണ്ടായി. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ പാർസലാക്കി നേരെ റൂമിലേക്ക് വിട്ടു. അതായത് Day 1.